രാജാവ് തന്റെ കയ്യുറകൾ കൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യനെ സ്പർശിച്ചാൽ ആ വ്യക്തി ഉടൻ തന്നെ ഒരു കൽപ്രതിമയായി മാറും. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ രാജ്യം മുഴുവനുമുള്ള സുന്ദരികളായ പെൺകുട്ടികളെ രാജാവ് പ്രതിമകളാക്കി മാറ്റി. ഒരു ദിവസം ഒരു ദമ്പതികൾ ആ വഴി കടന്നുപോവുകയായിരുന്നു. ജീവനുള്ളവരാണെന്ന് തോന്നിപ്പിക്കുന്ന ആ പ്രതിമകൾ കണ്ട് അവർ അവിടെ നിന്നു. പെട്ടെന്ന് രാജാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടു. പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ സ്വന്തം കൈകൾ കൊണ്ടാണ് ഈ പ്രതിമകൾ നിർമ്മിച്ചത്. നിനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിന്റെ കാമുകിയെയും എനിക്ക് മനോഹരമായ ഒരു മോഡലാക്കി മാറ്റാൻ കഴിയും. രാജാവിന്റെ വാക്കുകളിൽ പെൺകുട്ടി വീണുപോയി. ഒന്നും ചിന്തിക്കാതെ അവൾ അദ്ദേഹത്തോടൊപ്പം പോകാൻ സമ്മതിച്ചു. എന്നാൽ ആ യുവാവിനെന്തോ അസ്വാഭാവികത തോന്നി. രാജാവിന്റെ വാക്കുകൾ അവനിൽ സംശയമുണ്ടാക്കി. അല്പസമയത്തിനു ശേഷം പിന്നിൽ നിന്ന് ഒരു വിചിത്രമായ ശബ്ദം അവൻ കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ മനുഷ്യരെയൊന്നും കാണാനില്ലായിരുന്നു. പ്രതിമകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പെട്ടെന്ന് ഒരു വേലക്കാരൻ വന്നു രഹസ്യമായി പറഞ്ഞു, ഇവിടുത്തെ രാജാവ് യഥാർത്ഥ രാജാവല്ല, അതൊരു കപടവേഷധാരിയാണ്. ആളുകളെ പ്രതിമകളാക്കി മാറ്റുന്ന മാന്ത്രിക കയ്യുറകൾ അയാളുടെ പക്കലുണ്ട്. വേലക്കാരൻ തുടർന്നു, നിനക്ക് വിശ്വാസമില്ലെങ്കിൽ പിന്നിലെ മുറിയിൽ പോയി നോക്കൂ. അടുത്ത ദിവസം ആ യുവാവ് ആ മുറിയിൽ ചെന്നു. അവിടെ നൂറുകണക്കിന് പ്രതിമകൾ അടുക്കി വെച്ചിരിക്കുന്നത് അവൻ കണ്ടു. അവൻ തന്റെ കാമുകിയെ ഓർത്ത് വല്ലാതെ വിഷമിച്ചു. അവൻ വേഗത്തിൽ കൊട്ടാരത്തിലേക്ക് ഓട്ടി. എന്നാൽ അവൻ അവിടെ എത്തുമ്പോഴേക്കും രാജാവ് മൈറയെ ഒരു കൽപ്രതിമയാക്കി മാറ്റിയിരുന്നു. അവളുടെ ശിലാരൂപം കണ്ട് ആ യുവാവ് തരിച്ചു നിന്നു. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. അപ്പോൾ രാജാവ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി നിന്റെ ഊഴമാണ്. എന്നാൽ ആ യുവാവ് അവിടെ നിന്ന് വേഗത്തിൽ ഓടാൻ തുടങ്ങി.